ഒരു ജോലി ഉച്ചയായപ്പോൾ മൊത്തം പണിയുടെ 1/3 ചെയ്തു തീർന്നു. വൈകുന്നേരമായപ്പോൾ ബാക്കി പണിയുടെ 3/4 കൂടി തീർന്നു. അങ്ങനെയെങ്കിൽ ഇനി ചെയ്തു തീർക്കാനുള്ള ജോലി എത്രത്തോളമുണ്ട്? അപ്പം മൊത്തം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് 100%. 100% എന്ന് പറഞ്ഞാൽ 100-ൽ 100. 100-ൽ 100-ൽ 2 പൂജ്യങ്ങൾ തമ്മിൽ വെട്ടിപ്പോയാൽ ബാക്കി 1/1. അപ്പോൾ മൊത്തം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് 1/1. ഉച്ചവരെ 1/3 പണി തീർത്ത് കഴിഞ്ഞപ്പോൾ ഇനി ബാക്കി പണി എത്ര? ഉച്ചവരെ 1/3 പണി തീർത്തു. മൊത്തം പണി എന്ന് പറയുന്നത് 1/1. അപ്പോൾ 1/1 പണി തീർത്താൽ 1/1 നിന്ന് 1/1 കുറയ്ക്കണം. അപ്പം ഇവിടെ ഫ്രാക്ഷൻ വന്നിരിക്കുന്നു. ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ അതിൻ്റെ ഛേദം തുല്യമാക്കി എടുക്കണം. അതിന് വലത് സൈഡിലുള്ള ഛേദം കൊണ്ട് ഇടത് സൈഡിലുള്ള ഫ്രാക്ഷനെ ഗുണിച്ചിട്ട് ഇടത് സൈഡിലുള്ള ഫ്രാക്ഷൻ ഛേദം കൊണ്ട് വലത് സൈഡിലുള്ള ഫ്രാക്ഷനെ ഗുണിക്കണം. ഇപ്പം 3 × 1 3. 3 × 1 3. ഇനി 3 × 1 3 മൈനസ്. ഇനി ഈ ഛേദം കൊണ്ട് അടുത്ത ഫ്രാക്ഷനെ 1 × 1 1. 1 × 3 3. അപ്പോൾ 3-ൽ നിന്നും 1 പോയാൽ സമം 2 ഛേദം 3. 1-ൽ നിന്നും 3-ൽ നിന്നും 1 പോയാൽ 2 ഛേദം 3 അതുപോലെ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ 1/3 കഴിഞ്ഞപ്പോൾ ബാക്കി ഇനി ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് 3/2 ആണ്. വൈകുന്നേരമായപ്പോൾ പണിയുടെ 3/4 തീർത്തു. വൈകുന്നേരമായപ്പോൾ പണിയുടെ 3/4 തീർത്തു. ബാക്കി പണിയുടെ 3/4 തീർത്തു. അതായത് ബാക്കി പണി എന്ന് പറയുന്നത് 3/2 വൈകുന്നേരത്തോടു കൂടി 3/2 4/3 ചെയ്ത് തീർത്ത്. അപ്പോൾ 3/2 4/3 വൈകുന്നേരത്തോടു കൂടി ചെയ്ത് തീർത്ത്. അങ്ങനെയാണെങ്കിൽ 2 × 3 6. 2 × 3 6. 3 × 4 12 സമം 1 2. 2-ൽ 1. അതായത് 6 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ 1. ഇവിടെ 12-ൽ 2. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ബാക്കി പണിയുടെ 3/4 തീർത്തു. ബാക്കി പണിയുടെ 3/4 തീർത്തെന്ന് പറയുന്നത് 2-ൽ 1. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരവും കൂടി ചെയ്ത മൊത്തം പണി. ഉച്ചയ്ക്ക് ചെയ്ത പണി എന്ന് പറയുന്നത് ഉച്ചവരെ ചെയ്ത പണി എന്ന് പറയുന്നത് 3-ൽ 1 അധികം വൈകുന്നേരം ചെയ്ത പണി എന്ന് പറയുന്നത് 2-ൽ 1 സമം. ഇവിടെയും ഫ്രാക്ഷനാണ്. ഫ്രാക്ഷനെ ഛേദങ്ങൾ തുല്യമാക്കണം.
1 ഗുണം 2 2, 2 ഗുണം 3 6 അധികം ഇനി 1 ഗുണം 3 3 ഡിവൈഡഡ് ബൈ 3 ഗുണം 2 6. അപ്പം ഛേദം 6 രണ്ടിലും വന്നിട്ടുണ്ട്. ഇനി കൂട്ടണം. ഛേദം അതുപോലെ എഴുതണം. കൂട്ടുമ്പോൾ 5 കിട്ടി. അപ്പോൾ മൊത്തം ചെയ്ത പണി 6ൽ 5ആണ്. ഉച്ചവരെ 3ൽ ഒരു ഭാഗം പണി ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ ബാക്കി പണിയുടെ 4ൽ 3 ഭാഗം ചെയ്ത് അത് 2ൽ 1ആണ്. അപ്പോൾ മൊത്തം പണി എന്ന് പറയുന്നത് 6ൽ 5ആണ്. ഇനി അവശേഷിക്കുന്ന പണി, മൊത്തം പണി 6ൽ 5ആണ്. അവശേഷിക്കുന്ന പണി എന്ന് പറയുന്നത് മൊത്തം ചെയ്ത് തീർക്കേണ്ട പണിയുടെ 6ൽ 5 കുറയ്ക്കണം. മൊത്തം ചെയ്ത് തീർക്കേണ്ട പണി എന്ന് പറയുന്നത് 1/1 ആയിരുന്നു. അതിൽ നിന്നും 5/6 കുറയ്ക്കണം. അപ്പോൾ ഇവിടെയും ഫ്രാക്ഷനാണ്. ഫ്രാക്ഷനിൽ ഛേദങ്ങൾ തുല്യമാക്കണം. 6 ഗുണം 1 6, 1 ഗുണം 6 6 മൈനസ് ഇനി അടുത്തത് 1 ഗുണം 5 5 ഡിവൈഡഡ് ബൈ 1 ഗുണം 6 6 സമം 6ൽ നിന്നും 5 പോയാൽ 1, ഛേദം 2ലും 6 തന്നെയാണ്. അപ്പം ഇനി ബാക്കി ചെയ്ത് തീർക്കേണ്ട പണി 6ൽ 1ആണ്. അപ്പം ഉച്ചവരെ 3ൽ ഒരു ഭാഗം ചെയ്ത് ഉച്ച കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വരെ പണിയുടെ 4ൽ 3 ഭാഗം ബാക്കി പണിയുടെ 3ൽ 4 ഭാഗം ചെയ്തു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ബാക്കി പണി എന്ന് പറയുന്നത് 3ൽ 2ആണ്. 3ൽ 2ആണ് ബാക്കി പണി. അതിൻ്റെ 4ൽ 3 എന്ന് പറയുന്നത് 2ൽ 1ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം പണി രാവിലെ ഉച്ചവരെ ചെയ്തത് 3ൽ 1, വൈകുന്നേരം ചെയ്തത് 2ൽ 1, 2 കൂടി കൂട്ടുമ്പോൾ 6ൽ 5 കിട്ടി. 6ൽ 5ആണ് മൊത്തം പണി. അപ്പം ചെയ്തു തീർക്കേണ്ട പണി എന്ന് പറയുന്നത് 1ൽ 1ആണ്. അതിൽ നിന്നും 6ൽ 5 കുറയ്ക്കുമ്പോൾ 6ൽ 1 കിട്ടുന്നു.